ശാന്തി 21/4/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ജ്ഞാനസാഗരമായ ബാബ വന്നിരിക്കുന്നു. കുട്ടികളായ നിങ്ങളുടെ മുന്നിൽ ജ്ഞാന ഡാൻസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ സമർത്ഥരും സർവീസബിളുമാകൂ. എങ്കിൽ ജ്ഞാനത്തിൻ്റെ ഡാൻസും നന്നായി ഉണ്ടാകും. ചോദ്യം: സംഗമയുഗത്തിൽ കുട്ടികളായ നിങ്ങൾ തന്നിൽ ഏതൊരു ഹോബി, അതായത് ശീലമാണ് ഉണ്ടാക്കുന്നത്? ഉത്തരം: ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ. ഇതാണ് ആത്മീയ ഹോബി. ഈ ഹോബിയോടൊപ്പം നിങ്ങൾ ദിവ്യവും അലൗകികവുമായ കർമ്മവും ചെയ്യണം. നിങ്ങൾ ബ്രാഹ്മണനാണ്. നിങ്ങൾ എല്ലാവരെയും സത്യമായ കഥ തീർച്ചയായും കേൾപ്പിക്കണം. കുട്ടികളായ നിങ്ങളിൽ സർവീസ് ചെയ്യുന്നതിൻ്റെയും ഹോബി ഉണ്ടായിരിക്കേണ്ടതാണ്. ഗീതം: ക്ഷമയോടെ ഇരിക്കൂ മനസ്സേ. ഓം ശാന്തി. ഹോസ്പിറ്റലിൽ ആരെങ്കിലും രോഗാവസ്ഥയിലാണെങ്കിൽ ആ പേഷ്യൻ്റ് ദുഃഖത്തിൽ നിന്നും മുക്തമാകാനുള്ള ആശ വയ്ക്കുന്നു. ഡോക്ടറിനോട് ചോദിക്കുന്നു, എന്തവസ്ഥയാണ്, എപ്പോൾ ഈ രോഗം മാറും? അതെല്ലാം പരിധിയുള്ള കാര്യങ്ങളാണ്. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. ബാബ വന്ന് കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. തീർച്ചയായും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളിയാണ് എന്നത് കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ കുട്ടികളായ നിങ്ങൾക്ക് സത്യയുഗത്തിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ നേട്ടം ഇവിടെയാണ്. കാരണം ഈ സമയം നമ്മൾ ഈശ്വരീയ മടിത്തട്ടിലാണ്, ഈശ്വരീയ സന്താനമാണ് എന്നത് അറിയുന്നുണ്ട്. ഈ സമയം നമ്മുടേത് വളരെ ഉയർന്നതിലും ഉയർന്ന ഗുപ്ത മഹിമയാണ്. മനുഷ്യർ ബാബയെ ശിവൻ, ഈശ്വരൻ, ഭഗവാൻ എന്നും പറയുന്നു. പക്ഷേ അറിയുന്നില്ല, വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രാമ അനുസരിച്ച് തന്നെയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ജ്ഞാനവും അജ്ഞാനവും പകലും രാത്രിയും പാടിക്കൊണ്ടും ഇരിക്കുന്നു. പക്ഷേ സ്വയം തമോപ്രധാനമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഈ വിധം തമോപ്രധാന ബുദ്ധിയായിപ്പോയി. ആരുടെയെങ്കിലും ഭാഗ്യത്തിൽ ബാബയുടെ സമ്പത്തുണ്ടാകണം. അപ്പോഴാണ് ബുദ്ധിയിലിരിക്കുവാൻ സാധിക്കുന്നത്. കുട്ടികൾക്കറിയാം, നമ്മൾ തീർത്തും ഘോര അന്ധകാരത്തിലായിരുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു. എത്ര പ്രകാശം ലഭിച്ചിരിക്കുന്നു! ബാബ ഏത് നോളജാണോ മനസ്സിലാക്കിച്ചു തരുന്നത്, അത് ഒരു വേദശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മറ്റുമില്ല. അത് ബാബ തെളിയിച്ച് പറഞ്ഞു തരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് രചയിതാവിൻ്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തിൻ്റെ പ്രകാശം നൽകുന്നു. അതും പിന്നെ പ്രായേണ ലോപിക്കുന്നു. എന്നിലൂടെ അല്ലാതെ ആർക്കും ജ്ഞാനം ലഭിക്കുക സാധ്യമല്ല. പിന്നെ ഈ ജ്ഞാനം പ്രായേണ ലോപിച്ചു പോകുന്നു. കലിയുഗം പാസ്റ്റായി. പിന്നെ 5000 വർഷത്തിനു ശേഷം റിപ്പീറ്റ് ആകും എന്നത് മനസ്സിലാക്കുന്നു. ഇതാണ് പുതിയ കാര്യം. ഇത് ശാസ്ത്രങ്ങളിലില്ല. ബാബ ഈ നോളജ് എല്ലാവരെയും ഒന്നുപോലെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ധാരണയിൽ നമ്പർ വൈസാണ്. ചിലർ നല്ല സർവീസബിൾ കുട്ടികൾ വരുമ്പോൾ ബാബയുടെ ഡാൻസും അങ്ങനെയുള്ളത് നടക്കുന്നു. ഡാൻസിങ് ഗേളിൻ്റെ മുന്നിൽ, അതായത് നർത്തകിയുടെ മുന്നിൽ കാണുന്നവർ വളരെ താല്പര്യമുള്ളവരാണെങ്കിൽ അവരും സന്തോഷത്തോടെ വളരെ നന്നായി ഡാൻസ് ചെയ്യും. കുറച്ചു പേരാണ് ഇരിക്കുന്നതെങ്കിൽ സാധാരണ രീതിയിൽ കുറച്ച് ഡാൻസ് ചെയ്യും. ആഹാ ആഹാ എന്ന് പറയുന്നവർ വളരെ ഉണ്ടായിരിക്കുന്നു എങ്കിൽ അവരുടെയും ഉത്സാഹം വർദ്ധിക്കും. അപ്പോൾ ഇവിടെയും ഇങ്ങനെയാണ്. മുരളി എല്ലാ കുട്ടികളും കേൾക്കുന്നു. എന്നാൽ മുന്നിൽ കേൾക്കുന്ന കാര്യം മറ്റൊന്നാണല്ലോ. കൃഷ്ണൻ ഡാൻസ് ചെയ്തിരുന്നു എന്നും കാണിക്കുന്നു. ആ ഡാൻസ് അല്ല, വാസ്തവത്തിൽ ജ്ഞാനത്തിൻ്റെ ഡാൻസാണ്. ശിവ് ബാബ സ്വയം പറഞ്ഞു തരുന്നു, ഞാൻ ജ്ഞാനത്തിൻ്റെ ഡാൻസ് ചെയ്യാൻ വന്നിരിക്കുന്നു. ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. അതിനാൽ നല്ല നല്ല പോയിന്റ്സ് വരുന്നു. ഇതാണ് ജ്ഞാനത്തിൻ്റെ മുരളി. മുളം തണ്ടിൻ്റെ മുരളിയല്ല. പതീത പാവനായ ബാബ വന്ന് സഹജ രാജയോഗം പഠിപ്പിക്കുമോ?
അതോ മരത്തടി കൊണ്ടുള്ള മുരളി വായിക്കുമോ? ബാബ വന്ന് ഇങ്ങനെ രാജയോഗം പഠിപ്പിക്കുന്നു എന്നത് ആരുടെയും ചിന്തയിൽ ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ അറിയുന്നു, ബാക്കി ഒരു മനുഷ്യൻ്റെയും ബുദ്ധിയിൽ ഇത് വരിക സാധ്യമല്ല. വരുന്നവരിലും നമ്പർ വാർ പദവിയാണ് നേടുന്നത്. കഴിഞ്ഞ കൽപ്പത്തിൽ എങ്ങനെ ചെയ്തുവോ അതുപോലെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ബാബ വരുന്നു. വന്ന് കുട്ടികൾക്ക് എല്ലാ രഹസ്യവും തുറന്ന് പറഞ്ഞു തരുന്നു. ഞാനും ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഓരോരുത്തരും ഈ ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്തെല്ലാം സത്യയുഗത്തിൽ നടന്നിരുന്നു അത് തന്നെ വീണ്ടും നടക്കും. എത്ര അനേകം പ്രകാരത്തിലുള്ള ജീവജന്തുക്കളുണ്ട്. സത്യയുഗത്തിൽ ഇത്രയും ജീവജന്തുക്കൾ ഉണ്ടായിരിക്കില്ല. അവിടെയാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ വർധനവുണ്ടായിക്കൊണ്ടിരിക്കും. ധർമ്മവും വർദ്ധിച്ചു വരുന്നത് പോലെ. സത്യയുഗത്തിൽ ഉണ്ടായിരുന്നില്ല. സത്യയുഗത്തിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് വീണ്ടും സത്യയുഗത്തിൽ തന്നെ കാണും. സത്യയുഗത്തിൽ യാതൊരു മോശമായ മലിനമാക്കുന്ന വസ്തുവും ഉണ്ടായിരിക്കുക സാധ്യമല്ല. ആ ദേവീ ദേവന്മാരെ പറയുന്നത് ഭഗവാൻ ഭഗവതി എന്നാണ്. മറ്റൊരു ഖണ്ഡത്തിലും ഒരിക്കലും ആരെയും ഗോഡ് ഗോഡസ് എന്ന് പറയുവാൻ സാധിക്കില്ല. ആ ദേവതമാർ തീർച്ചയായും ഹെവനിൽ രാജ്യം ഭരിച്ചിരുന്നു. അവരെ നോക്കൂ, എത്ര മഹിമയാണുള്ളത്. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ധൈര്യം വന്നു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം നമ്മുടെ പദവി എത്ര ഉയർന്നതാണ് അഥവാ താഴ്ന്നതാണ്. നമ്മൾ ഇത്രയും മാർക്കോടെ പാസ്സാകും. ഇന്നയാൾ നല്ല സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കൊടുങ്കാറ്റും വരുന്നു. ബാബയാണെങ്കിൽ പറയുന്നു, കുട്ടികൾക്ക് ഒരു ഗ്രഹപ്പിഴയും കൊടുങ്കാറ്റും മറ്റും വരാതിരിക്കട്ടെ. മായ നല്ല നല്ല കുട്ടികളെയും വീഴ്ത്തുന്നു. അപ്പോൾ ബാബ ധൈര്യം നൽകുന്നു. ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ. നിങ്ങൾക്ക് സർവീസും ചെയ്യണം. സ്ഥാപന നടന്നു കഴിഞ്ഞു. പിന്നെ പോവുക തന്നെ വേണം. ഇതിൽ ഒരു സെക്കൻഡ് പോലും മുന്നോട്ടോ പിന്നോട്ടോ ആവുക സാധ്യമല്ല. ഈ രഹസ്യം കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ ഡ്രാമയിലെ ആക്ടേഴ്സാണ്. ഇതിൽ നമ്മുടേത് മുഖ്യമായ പാർട്ടാണ്. ഭാരതത്തിൽ തന്നെയാണ് തോൽവിയുടെയും ജയത്തിൻ്റെയും കളി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഭാരതം തന്നെയാണ് പാവനമായിരുന്നത്. എത്ര പീസ് പ്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇത് ഇന്നലത്തെ കാര്യമാണ്. ഇന്നലെ നമ്മൾ തന്നെയാണ് പാർട്ട് അഭിനയിച്ചിരുന്നത്. 5000 വർഷത്തിൻ്റെ പാർട്ട് മുഴുവൻ അടങ്ങിയിരിക്കുന്നു. നമ്മൾ ചക്രം കറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ബാബയുമായി യോഗം ചേർക്കുന്നു. ഇതിലൂടെ തന്നെയാണ് മാലിന്യം മാറുന്നത്. ബാബ ഓർമ്മ വരികയാണ് എങ്കിൽ സമ്പത്തും തീർച്ചയായും ഓർമ്മ വരും. ആദ്യം അൽഫിനെ അറിയേണ്ടതുണ്ട്. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ അറിയുന്നതിലൂടെ എന്നിലൂടെ എല്ലാം അറിയുന്നു. ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമാണ്, 1 സെക്കൻഡിൻ്റേതാണ്. എങ്കിലും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പോയിന്റ്സ് നൽകിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമായ പോയിന്റാണ് മന്മനാഭവ. ഇതിൽ തന്നെയാണ് വിഘ്നമുണ്ടാകുന്നത്. ദേഹാഭിമാനം വരുന്നതിലൂടെ പിന്നെ അനേകം പ്രകാരത്തിലുള്ള ശ്വാസമുട്ടലുകൾ വരുന്നു. പിന്നെ യോഗത്തിലിരിക്കാൻ അനുവദിക്കുന്നില്ല. ഭക്തിമാർഗത്തിൽ കൃഷ്ണന്റെ ഓർമ്മയിലിരിക്കുമ്പോൾ ബുദ്ധി പലയിടത്തും ഓടിപ്പോകുന്നു. ഭക്തിയുടെ അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഈ ജന്മത്തിൻ്റെ കാര്യമാണ്. ഈ ജന്മത്തെ അറിയുന്നതിലൂടെ കുറച്ചൊക്കെ പാസ്റ്റിലെ ജന്മത്തെയും മനസ്സിലാക്കുവാൻ സാധിക്കും. കുട്ടികൾക്ക് ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ ഹോബി ഉണ്ടായിക്കഴിഞ്ഞു. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രയും സന്തോഷം വർദ്ധിക്കുന്നു. അതോടൊപ്പം ദിവ്യ അലൗകിക കർമ്മവും ചെയ്യണം. നിങ്ങൾ ബ്രാഹ്മണനാണ്. നിങ്ങൾ സത്യനാരായണന്റെ കഥ, അമരകഥ കേൾപ്പിക്കുന്നു. മുഖ്യ കാര്യം ഒന്നാണ്. അതിൽ സർവ്വതും വരുന്നു. ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്.
ഇത് ഒരേ ഒരു ആത്മീയ ഹോബിയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നോളജ് ആണെങ്കിൽ വളരെ സഹജമാണ്. കന്യകുമാരുടെ പേരും പാടപ്പെട്ടിരിക്കുന്നു. അധർ കുമാരി, കുമാരി, കന്യ. കുമാരിയുടെ നാമം ഏറ്റവും പ്രശസ്തമാണ്. കുമാരിക്ക് ഒരു ബന്ധനവുമില്ല. ആ പതിയാണെങ്കിൽ വികാരിയാക്കി മാറ്റുന്നു. ഈ ബാബയാണെങ്കിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അലങ്കരിക്കുന്നു. സ്വീറ്റ് സാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തിൽ പഴയ ദേഹസഹിതം തീർത്തും മറന്നേക്കൂ. ആത്മാവ് പറയുന്നു, ഞാൻ 84 ജന്മം പൂർത്തിയാക്കി. ഇപ്പോൾ വീണ്ടും നമ്മൾ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കും. ധൈര്യം വയ്ക്കുന്നു. എങ്കിലും മായയോട് യുദ്ധമുണ്ട്. മുന്നിൽ ഈ ബാബയാണ്. മായയുടെ കൊടുങ്കാറ്റ് കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്നു. വളരെ പേർ വന്ന് ചോദിക്കുന്നു, ബാബ, നമുക്ക് ഇതുണ്ടാകുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, അതെ, ഈ കൊടുങ്കാറ്റ് തീർച്ചയായും വരും. ആദ്യം എൻ്റെ അടുക്കൽ വരുന്നു. അന്തിമത്തിൽ എല്ലാവരും കർമാതീത അവസ്ഥ നേടും. ഇത് പുതിയ കാര്യമൊന്നുമല്ല. കഴിഞ്ഞ കൽപ്പത്തിലും നടന്നിരുന്നു. ഡ്രാമയിൽ പാട്ട് അഭിനയിച്ചു. ഇപ്പോൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. കുട്ടികൾ അറിയുന്നുണ്ട്, ഈ പഴയ ലോകം നരകമാണ്. ഈ ലക്ഷ്മി നാരായണൻ ക്ഷീരസാഗരത്തിൽ വസിച്ചിരുന്നതായി പറയുന്നുമുണ്ട്. ഇവരുടെ എത്ര നല്ല നല്ല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. ആദ്യം ക്ഷേത്രം ഉണ്ടാക്കിയിരുന്നപ്പോൾ ക്ഷീരം, അതായത് പാലിൻ്റെ തന്നെ കുളം ഉണ്ടാക്കി വിഷ്ണുവിൻ്റെ മൂർത്തിയെ ഇരുത്തിയിട്ടുണ്ടാക്കും. വളരെ നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കി പൂജിച്ചിരുന്നു. ആ സമയത്താണെങ്കിൽ വളരെ വിലക്കുറവായിരുന്നു. ബാബ എല്ലാം കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഈ ഭാരതം എത്ര പവിത്രവും ക്ഷീരത്തിൻ്റെ സാഗരവുമായിരുന്നു. പാലിൻ്റെയും നെയ്യിൻ്റെയും നദികൾ പോലെയായിരുന്നു. ഇത് മഹിമ നൽകിയിരിക്കുന്നതാണ്. സ്വർഗത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ബുദ്ധിയിൽ വിവേകം വന്നു കഴിഞ്ഞു. ബുദ്ധി തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ സ്വർഗത്തിലേക്ക് വരും. അവിടെ സർവ്വതും പുതിയതായിരിക്കും. ബാബ ശ്രീനാരായണൻ്റെ മൂർത്തി കണ്ട് വളരെ സന്തോഷിച്ചിരുന്നു. വളരെ സ്നേഹത്തോടെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ തന്നെ ഇതാകും എന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ഈ ജ്ഞാനമാണെങ്കിൽ ഇപ്പോൾ ബാബയിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ബ്രഹ്മാണ്ടത്തിൻ്റെയും സൃഷ്ടിചക്രത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ഉണ്ട്. നമ്മൾ എങ്ങനെ ചക്രത്തിൽ കറങ്ങുന്നു എന്നതറിയുന്നുണ്ട്. ബാബ നമ്മളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളായി നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ബാക്കി അല്പം സമയമാണുള്ളത്. ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. ഇപ്പോൾ നിങ്ങളുടെ സുഖത്തിൻ്റെ ദിനങ്ങൾ വരുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് വിനാശം മുന്നിൽ നിൽക്കുന്നു എന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം ഇവയെ നല്ല രീതിയിൽ അറിയുന്നു. ഈ സ്വദർശന ചക്രം നിങ്ങളുടെ ബുദ്ധിയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സന്തോഷമുണ്ടാകുന്നു. ഈ സമയം നമ്മളെ പരിധിയില്ലാത്ത പിതാവ് ടീച്ചറായി പഠിപ്പിക്കുന്നു. എന്നാൽ പുതിയ കാര്യം ആയത് കാരണം അടിക്കടി മറന്നു പോകുന്നു. ഇല്ലെങ്കിൽ ബാബ എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷത്തിൻ്റെ രസം കയറേണ്ടതാണ്. രാമതീർത്ഥൻ ശ്രീകൃഷ്ണൻ്റെ ഭക്തനായിരുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ ദർശനത്തിനായി എത്ര ചെയ്തിരുന്നു. അദ്ദേഹത്തിന് സാക്ഷാത്കാരമുണ്ടായി, സന്തോഷമായി. എന്നാൽ അതിലൂടെ എന്താണുണ്ടായത്? ഒന്നും തന്നെ ലഭിച്ചില്ല. ഇവിടെയാണെങ്കിൽ കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷവുമുണ്ട്. കാരണം 21 ജന്മത്തേക്ക് നമ്മൾ ഇത്രയും ഉയർന്ന പദവി നേടുന്നു എന്നത് അറിയുന്നുണ്ട്. 3 ഭാഗവും നിങ്ങൾ സുഖമുള്ളവരായി കഴിയുന്നു. അഥവാ പകുതിയാണെങ്കിൽ പിന്നെ നേട്ടം ഉണ്ടായില്ല. നിങ്ങൾ 3 ഭാഗവും സുഖത്തിൽ കഴിയുന്നു. നിങ്ങളെപ്പോലെ സുഖം
മറ്റാർക്കും കാണുവാൻ സാധിക്കില്ല. നിങ്ങളെ സംബന്ധിച്ച് അപാര സുഖമാണ്. മഹാസുഖത്തിൽ ദുഃഖത്തിൻ്റെ അറിവ് പോലും ഉണ്ടായിരിക്കുന്നില്ല. സംഗമത്തിൽ നിങ്ങൾക്ക് രണ്ടും അറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മുഖം പകലിന് നേർക്കും, പാദം രാത്രിയുടെ നേർക്കും. ഈ ലോകത്തെ പാദം കൊണ്ട് തൊഴിക്കണം, അതായത് ബുദ്ധി കൊണ്ട് മറക്കണം. ആത്മാവിനറിയാം ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകണം. വളരെയധികം പാട്ട് അഭിനയിച്ചു. ഇങ്ങനെ സ്വയം തന്നോട് സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും തുരുമ്പുമാറും. എത്രത്തോളം ബാബയുടെ സേവനത്തിലിരുന്ന് സമാനമാക്കുമോ അത്രയും തന്നെ ബാബയുടെ ഷോ ചെയ്യും. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം എന്നത് ബുദ്ധിയിലുണ്ട്. അപ്പോൾ വീടിനെ തന്നെ ഓർമ്മിക്കേണ്ടതാണ്. പഴയ കെട്ടിടം വീണുകൊണ്ടിരിക്കും. ഇപ്പോൾ പുതിയ കെട്ടിടം എവിടെ, പഴയ കെട്ടിടം എവിടെ? രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതാണെങ്കിൽ കൃത്യമായും വിഷയ വൈതരണി നദിയാണ്. പരസ്പരം കൊല്ലുന്നു, വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. ബാക്കി ബാബ വന്നു കഴിഞ്ഞു. അപ്പോൾ വളരെയധികം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അഥവാ സ്ത്രീ വികാരം അനുവദിക്കുന്നില്ല എങ്കിൽ എത്ര ശല്യം ചെയ്യുന്നു, എത്ര പ്രയത്നിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും അത്യാചാരം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ കാര്യമാണ് പാടപ്പെടുന്നു. എത്ര വിളിക്കുന്നു എന്നത് കാണപ്പെടുന്നു. ഡ്രാമയിലെ അതേ പാർട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ബാബയ്ക്കും അറിയാം, കുട്ടികൾക്കും അറിയാം, മറ്റാരും അറിയുന്നില്ല. മുന്നോട്ട് പോകവേ എല്ലാവരും മനസ്സിലാക്കും. പതീത പാവനൻ സർവരുടെയും സദ്ഗതി ദാതാവായ ബാബയാണ് എന്ന് പാടുന്നുമുണ്ട്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും ഭാരതം എങ്ങനെയാണ് സ്വർഗവും നരകവുമാകുന്നത്. വരൂ, നമ്മൾ നിങ്ങൾക്ക് മുഴുവൻ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മനസ്സിലാക്കിച്ചു തരാം. ഈ പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും ഈശ്വരന് മാത്രമേ അറിയൂ. ഈശ്വരനെ കുട്ടികളായ നിങ്ങളെ അറിയുന്നുള്ളൂ. പവിത്രതയും സുഖവും ശാന്തിയും എങ്ങനെയാണ് സ്ഥാപിതമാകുന്നത്? ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും അറിയുന്നതിലൂടെ നിങ്ങൾ സർവ്വതും അറിയും. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നിങ്ങൾ തീർച്ചയായും പരിധിയില്ലാത്ത സമ്പത്ത് തന്നെ എടുക്കും. ഇത് വന്ന് മനസ്സിലാക്കൂ. ടോപ്പിക് ധാരാളമുണ്ട്. കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ബുദ്ധി തന്നെ നിറഞ്ഞു കഴിഞ്ഞു. സന്തോഷത്തിൻ്റെ എത്ര രസം കയറുന്നു. മുഴുവൻ നോളജും കുട്ടികളായ നിങ്ങളുടെ അടുക്കലുണ്ട്. നോളജ്ഫുള്ളായ ബാബയിൽ നിന്നും നോളജ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ തന്നെ പോയി ലക്ഷ്മി നാരായണനാകും. അവിടെ പിന്നെ ഈ നോളജ് ഒട്ടും തന്നെ ഉണ്ടായിരിക്കില്ല. മനസ്സിലാക്കേണ്ടതായ എത്ര ഗുഹ്യമായ കാര്യങ്ങളാണ്. കുട്ടികൾ ഏണിപ്പടിയെ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ചക്രം 84-ൻ്റേതാണ്. ഇപ്പോൾ മനുഷ്യർക്കും ക്ലിയറായി മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇതിനെ ഇപ്പോൾ സ്വർഗം അഥവാ പാവനലോകം എന്ന് പറയില്ല. സത്യയുഗം വേറെയാണ്, കലിയുഗം വേറൊരു കാര്യമാണ്. ഈ ചക്രം എങ്ങനെ തിരിയുന്നു? ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് സഹജമാണ്. അറിവ് നല്ലതായി തോന്നുന്നു. എന്നാൽ പുരുഷാർത്ഥം ചെയ്ത് ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നത് വളരെ പേരിൽ നിന്നും ഉണ്ടാവുക സാധ്യമല്ല. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പഴയ ദേഹത്തെയും ലോകത്തെയും ബുദ്ധി കൊണ്ട് മറന്ന് ബാബയെയും വീടിനെയും ഓർമ്മിക്കണം. ഇപ്പോൾ നമ്മുടെ സുഖത്തിൻ്റെ ദിവസങ്ങൾ ഇതാ വന്നു കഴിഞ്ഞു എന്ന് സന്തോഷത്തിൽ സദാ ഇരിക്കണം. നോളജ്ഫുൾ ബാബയിൽ നിന്നും ഏതൊരു നോളജ് ലഭിച്ചുവോ അതിനെ സ്മരിച്ച് ബുദ്ധിയെ നിറവുള്ളതാക്കി വയ്ക്കണം. ദേഹാഭിമാനത്തിൽ വന്ന് ഒരിക്കലും ഒരു പ്രകാരത്തിലുമുള്ള
ശ്വാസമുട്ടലുകൾ ഉണ്ടാകരുത്. വരദാനം. സദാ ഏകരസസ്ഥിതിയുടെ സിംഹാസനത്തിൽ വിരാജിക്കുന്ന ബാപ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരായി ഭവിക്കട്ടെ. എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായ സിംഹാസനം ബാപ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരാവുക എന്നതാണ്. എന്നാൽ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനു വേണ്ടി അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതിയുടെ സിംഹാസനം ആവശ്യമാണ്. അഥവാ ഈ സ്ഥിതിയുടെ സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാപ്ദാദയുടെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുവാൻ സാധിക്കില്ല. ഇതിനുവേണ്ടി തൻ്റെ ഭൃഗുടിയുടെ സിംഹാസനത്തിൽ അകാലമൂർത്തിയായി സ്ഥിതി ചെയ്യൂ. ഈ സിംഹാസനത്തിൽ നിന്നും വീണ്ടും വീണ്ടും ഇളകരുത്. അപ്പോൾ ബാപ്ദാദയുടെ ഹൃദയ സിംഹാസനത്തിൽ വിരാജിക്കുവാൻ സാധിക്കും. സ്ലോഗൻ. ശുഭചിന്തനത്തിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. അവ്യക്ത സൂചന. മഹാൻ ആകുന്നതിനായി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. ബ്രഹ്മബാബ തൻ്റെ ഓരോ കുട്ടിയുടെയും മുഖത്തിൽ ഒന്നാമതായി സദാ ആത്മീയതയുടെ പുഞ്ചിരി കാണുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായി വായിൽ നിന്നും സദാ മധുരമായ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്കുപോലും മധുരതയില്ലാത്തതാകരുത്. മുഖത്ത് ആത്മീയത ഉണ്ടായിരിക്കണം. വായിൽ മധുരത ഉണ്ടായിരിക്കണം. മനസ്സിലും ബുദ്ധിയിലും സദാ ശുഭഭാവനയും ദയാഹൃദയത്തിൻ്റെ ഭാവനയും ദാതാവിൻ്റെ ഭാവനയും ഉണ്ടായിരിക്കട്ടെ. ഓരോ ചുവടിലും ഫാദറിനെ ഫോളോ ചെയ്യുന്നതാകണം. ഈ പാലനയുടെ റിട്ടേൺ നൽകൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. യോഗേശ്വരനായ ബാബ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദി വരദാനമായി നൽകിയ യോഗീ ഭവ പവിത്ര ഭവ എന്ന വരദാനത്തെ ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ വാസ്തവിക അവസ്ഥയായ പവിത്രതയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്വരൂപം സ്വാഭാവികമായി ശാന്തവും സുഖമയവുമായി മാറുന്നു. എൻ്റെ അനാദി സ്വരൂപം പവിത്രതയുടെയാണ്. ആ പരമ പവിത്ര സ്ഥിതി അനുഭവിക്കുന്നതിന് ഓർമ്മയുടെ യാത്രയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുന്നു. ഈ പവിത്ര സ്വരൂപ
അവസ്ഥയിൽ എൻ്റെ ആത്മഗ്രഹത്തിൽ ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ മഹാസാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശകിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു. പവിത്രതയുടെ തിളക്കം വർദ്ധിക്കുന്നു. പരമാത്മാവിൻ്റെ പരമപവിത്ര പ്രഭാവലയത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ സ്വാഭാവികമായി മധുരതയുടെ ഗുണം ധാരണയാകുന്നു. സത്യതയുടെ ഗുണം ധാരണയാകുന്നു. വിനയം ധാരണയാകുന്നു. സന്തുഷ്ടത ധാരണയാകുന്നു. ഈ പവിത്ര അവസ്ഥയിൽ ഞാൻ പവിത്രതയുടെ ലൈറ്റ് ഹൗസായി വിശ്വത്തിലേക്ക് പവിത്രതയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിൽ ഈ ഉയർന്ന പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ സഹജമായി സഹോദരഭാവം നിലനിർത്തുവാൻ കഴിയുന്നു. എൻ്റെ വാക്കിൽ മധുരതയും സത്യതയും നിലനിർത്തുവാൻ എനിക്ക് സാധിക്കുന്നു. എൻ്റെ കർമ്മത്തിൽ വിനയവും സന്തുഷ്ടതയും നിലനിർത്തുവാൻ എനിക്ക് കഴിയുന്നു. സർവപ്രാപ്തികളുടെയും ആധാരമായ ഈ മഹാശക്തിയെ ഞാൻ ബാബയുടെ ഓർമ്മയാകുന്ന ഛത്രഛായയിൽ ഇരുന്ന് ദൃഢതാപൂർവം നിലനിർത്തും.